പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ എനിക്ക് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ള വിവരം എൻ്റെ പ്രേക്ഷകരെ ഞാൻ അറിയിച്ചിരുന്നു. ചെറിയ ചില ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ കൊണ്ടാണ് എനിക്ക് 20-ാം തീയതി മുതൽ കഴിഞ്ഞ 4-5 ദിവസക്കാലം വീഡിയോ ചെയ്യാൻ പറ്റാതെ പോയത്. ഇപ്പോഴും പൂർണ്ണമായി സമ്പൂർണ്ണമായിട്ടുള്ള ആരോഗ്യസ്ഥിതിയിലേക്ക് ഞാൻ എത്തിയിട്ടില്ലെങ്കിൽ പോലും ഇനി വീഡിയോ ചെയ്യാതിരിക്കുന്നത് അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നത് ഒട്ടും ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് മുതൽ വീഡിയോ ചെയ്യാം എന്ന് കരുതിയത്. നിർഭാഗ്യവശാൽ എനിക്ക് വീഡിയോ ചെയ്യാൻ കഴിയാത്ത ആ സമയത്താണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദം ഉയർന്നു വന്നത്. യഥാർത്ഥത്തിൽ ഈ വിഷയം ഉണ്ടാകുന്നതിന് 2-3 ആഴ്ചകൾക്ക് ഏതാണ്ട് 2 ആഴ്ചകൾക്ക് മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടം ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സവിസ്തരം ഒരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ചിട്ട് ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വന്ന സമയത്ത് ആ ആരോപണങ്ങളൊന്നും ഈ പറഞ്ഞ പോലെ വസ്തുതകളാണെന്ന് തെളിയിക്കപ്പെടാതിരുന്ന ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട് എന്നുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഞാൻ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ പറഞ്ഞ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്ന വിവാദമാണ് പിന്നീട് ഉണ്ടായത്. എന്തായാലും 20-ാം തീയതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടിയും മോഡലുമായിട്ടുള്ള റിനി ആൻ ജോർജ് എന്ന് പറഞ്ഞ വനിത ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ തുടങ്ങിയ ആ വിവാദം കത്തിപ്പടർന്ന് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്ത സാഹചര്യത്തിൽ ഇന്നിപ്പോൾ 26-ന് എത്തി നിൽക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം MLA ആയി തുടരും. പക്ഷേ കോൺഗ്രസുമായി രാഹുൽ മാങ്കൂട്ടത്തിന് ബന്ധമില്ല. അദ്ദേഹം സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിനെതിരെ റിനി ആൻ ജോർജ് ആരോപണം ഉയർത്തിയതിനെ തുടർന്ന് അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകയെ ഗർഭിണിയാക്കിയെന്നും അവരെ ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചുമെന്നും ഉള്ള വിവരങ്ങൾ പുറത്തു വന്നു. അതിൻ്റെ ഓഡിയോ സന്ദേശങ്ങളൊക്കെ പുറത്തു വന്നു. രാഹുൽ മാങ്കൂട്ടം മറ്റുള്ളവർക്ക് അയച്ചിട്ടുള്ള അശ്ലീല കലർന്ന വാട്സാപ്പ് ചാറ്റുകൾ പുറത്തേക്ക് വന്നു. അവന്തിക എന്ന് പറഞ്ഞൊരു ട്രാൻസ്ജെൻഡർ വനിതയെ കേരളത്തിന് പുറത്ത് പോയി എവിടെയെങ്കിലും വെച്ച് അവരെ ബലാത്സംഗം ചെയ്യണം എന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞു എന്നുള്ള നിലയിലുള്ള വിവരങ്ങൾ പുറത്തു വന്നു. ഈ വിവരങ്ങളൊക്കെ പുറത്തു വന്നതിനെ തുടർന്ന് തുടക്കത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കുകയും പിന്നീട് 25-ാം തീയതി വൈകിട്ടോടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം വരെ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. നിർഭാഗ്യവശാൽ ആ സമയത്തൊന്നും എനിക്ക് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നത് തീർത്തും നിർഭാഗ്യകരമായി പോയി എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. സുഹൃത്തുക്കളെ, എനിക്കിന്ന് ഈ വീഡിയോയിൽ കൂടി വളരെ സുപ്രധാനവും നിർണായകവുമായിട്ടുള്ള ഒരു വിവരമാണ് എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. സുഹൃത്തുക്കളെ, ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തതിനെ തുടർന്ന് ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശുമായി മലയാള മനോരമയിൽ ഒരു വിശദമായ അഭിമുഖം വന്നിട്ടുണ്ട്. രാജിയിലൂടെ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കാനാവില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതാണ് ഹെഡിങ്. ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് സ്വീകരിച്ച നടപടിയെക്കുറിച്ചിട്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിലൂടെയും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിലൂടെയും എല്ലാം തന്നെ വളരെ ധാർമ്മികതയിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നും കോൺഗ്രസിനെ കൊണ്ട് ആ രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കിച്ച ആ ധാർമ്മികമായിട്ടുള്ള സ്ത്രീപക്ഷ നിലപാട് എടുത്തതിൽ മുൻപന്തിയിൽ നിന്നത് താനാണെന്നും സ്ഥാപിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. അതൊരളവ് വരെ മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തു. തൻ്റെ അടുപ്പക്കാരനായിരുന്നുവെങ്കിലും ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ കർശന നടപടി വേണം എന്ന് താൻ ആവശ്യപ്പെട്ടുവെന്നും അതിലേക്കാണ് പിന്നീട് കോൺഗ്രസ് എത്തിച്ചേർന്നത് എന്നുള്ള നിലയിലൊക്കെയുള്ള വാദഗതികൾ സതീശനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരും ഒരു വിഭാഗം മാധ്യമങ്ങളുമൊക്കെ ആ നിലപാടെടുക്കുന്നത് നമ്മൾ കണ്ടു. എന്നാൽ സുഹൃത്തുക്കളെ, എനിക്ക് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് കാര്യകാരണ സഹിതം പറയാനുള്ളത്, ശ്രീമാൻ VD സതീശൻ പറയുന്നത് പോലെയും അദ്ദേഹത്തിൻ്റെ അനുകൂലികൾ പ്രചരിപ്പിക്കുന്നത് പോലെയും
അദ്ദേഹം ഒരു പരിശുദ്ധനല്ല എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. ഈ വിവാദത്തിൽ വി ഡി സതീശൻ പരിശുദ്ധനല്ല എന്ന് മാത്രമല്ല, ഈ വിവാദവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ വിഷയത്തിൻ്റെ സൂത്രധാരൻ, ആ വിവാദത്തിൻ്റെ സൂത്രധാരൻ സതീശനാണ് എന്നുള്ള വാദമാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ വസ്തുനിഷ്ഠമായി എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാനുള്ളത്. അത് ചർച്ച ചെയ്യുമ്പോൾ ആദ്യമായിട്ട് എനിക്ക് ഒരു നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. ആ നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ അത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിലപാടാണ്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ നിലപാടിൽ രാഹുൽ മാങ്കൂട്ടം ഒരു സ്ത്രീ ലംബടനാണ് എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. ശ്രീ വി എസ് അച്യുതാനന്ദൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു നരാധമനാണ് രാഹുൽ മാങ്കൂട്ടം എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തിനെതിരെ ആരും പരാതി കൊടുത്തില്ല, അദ്ദേഹത്തിനെതിരെ ആരും പോലീസിനെ സമീപിച്ചില്ല എന്നൊക്കെയാണ്. അതൊക്കെ തീർത്തും അസംബന്ധമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. പരാതി കൊടുത്തു എന്നാൽ മാത്രമേ ലൈംഗിക ആരോപണങ്ങൾ വസ്തുനിഷ്ഠമാകൂ എന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. ഇനി പരാതി കൊടുത്തു എന്നുള്ളത് കൊണ്ട് പിന്നെ ആരോപണം വസ്തുനിഷ്ഠമാണെന്ന് വരും, ഒന്നുമില്ല. പരാതി കൊടുത്താലും ആ പരാതിയൊക്കെ മിക്കവാറും പരാതികളെല്ലാം കോടതികളിലൊക്കെ പോയാലും ചവിറ്റുകൊട്ടയിൽ ചെന്ന് അവസാനിക്കുകയാണ് പതിവ്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ പരാതിയില്ല, പോലീസിന് പരാതിയില്ല, പാർട്ടിക്ക് പരാതിയില്ല എന്നുള്ളതൊന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാനുള്ള വാദഗതികളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന എല്ലാ ആരോപണങ്ങളും ഈ പറഞ്ഞതുപോലെ പിന്നെ തീർത്തും വസ്തുനിഷ്ഠമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട ഒരു ആരോപണമുണ്ട്. ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കുകയും ആ പെൺകുട്ടിയുടെ ഗർഭഛിദ്രം നടത്തുന്നതിന് അവരെ നിർബന്ധിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ് പുറത്തു വന്ന ആ ഓഡിയോ ഉണ്ട്. അതാണ് ഏറ്റവും ഗുരുതരം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ഓഡിയോ പുറത്തു വന്നിട്ട് ഇപ്പം ഏതാനും ദിവസങ്ങളായി. ആ ഓഡിയോ വസ്തുനിഷ്ഠമല്ല എന്നും ആ ഓഡിയോ കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്നും തന്നെ കുരുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്നും പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. രാഹുൽ മാങ്കൂട്ടം അത് സംബന്ധിച്ച് നിശബ്ദത പുലർത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ട്രാൻസ്ജെൻഡർ വനിതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായ വിവാദത്തിൽ തനിക്ക് അനുകൂലമായി ചില കാര്യങ്ങൾ പറയാൻ രാഹുൽ മാങ്കൂട്ടം വന്നെങ്കിലും രാഹുൽ മാങ്കൂട്ടം ആ വിഷയത്തിൽ പൂർണ്ണമായി പരാജയപ്പെടുകയാണ് ചെയ്തത് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ മൊത്തത്തിൽ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ ഒരു സ്ത്രീലമ്പടനായിരുന്നുവെന്നും സ്ത്രീ വിഷയങ്ങളിൽ പലതരത്തിലുള്ള ലൈംഗിക വൈതൃകങ്ങൾക്ക് പോലും അടിമപ്പെട്ടോ എന്ന് സംശയിക്കപ്പെടാവുന്ന ഒരു വ്യക്തിയുമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് എൻ്റെ നിലപാട്. ആ നിലപാടിൽ ഞാൻ അചഞ്ചലമായി ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും. പക്ഷേ സുഹൃത്തുക്കളെ, അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, ഈ വിഷയം ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്നതിന് പിന്നിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് നിർണായകമായിട്ടുള്ളൊരു പങ്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ കാരണങ്ങളാണ് ഞാൻ ഇനി പറയാൻ. അതുകൊണ്ടാണ് വി ഡി സതീശൻ ഈ വിഷയത്തിൻ്റെ സൂത്രധാരനാണ് എന്ന് ഞാൻ പറയാൻ തയ്യാറാവുന്നു. അല്ലാതെ ധാർമ്മികതയുടെ രാജകുമാരനൊന്നുമല്ല. ഈ വിഷയം ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്നതിൻ്റെ പുറകിൽ കളിച്ചിട്ടുള്ളത് വി ഡി സതീശനാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അതിൻ്റെ കാരണങ്ങളാണ് ഞാൻ ഈ പറയാം. സുഹൃത്തുക്കളെ, നമുക്കറിയാം 20-ാം തീയതി വൈകിട്ടോ മറ്റാണ്, 20-ാം തീയതി ഉച്ചകഴിഞ്ഞ മറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്, റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഒരു വനിത, അവർ ഒരു സിനിമാ നടിയാണെന്ന് പറയുന്നു, അവരൊരു മോഡലും കൂടിയാണ്. അവർ നടത്തിയ ഒരു പത്രസമ്മേളനത്തിലൂടെയാണ് ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഇത്തവണ വിവാദമാകുന്നത്. അവരൊരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ അവർ ഒരു യുവ നേതാവ് തന്നോട് മോശമായി പെരുമാറിയതിനെ കുറിച്ചിട്ട് സംസാരിച്ചു. ആ യുവ നേതാവ് ഇതുപോലെ മോശമായി പെരുമാറിയപ്പോൾ അതിനെ ചോദ്യം ചെയ്തപ്പോൾ ഹൂ കെയേഴ്സ് എന്ന യുവ നേതാവ് ചോദിച്ചു എന്ന് റിനി ആൻഡ് ജോർജ് പറഞ്ഞു. ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ, തെറ്റാണല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ഏത് രാഷ്ട്രീയ നേതാവാണ് സ്ത്രീ പീഡനത്തിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ആ യുവ നേതാവ് പറഞ്ഞു എന്ന് ഈ വനിത പറഞ്ഞു. അതോടൊപ്പം തന്നെ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് അദ്ദേഹം വിളിച്ചു എന്നവർ പറഞ്ഞു. അതോടൊപ്പം തന്നെ താൻ പല വേദികളിലും പരാതി കൊടുത്തിട്ടും അതൊന്നും കണക്കാക്കപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശക്തമായി അവർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നു. പക്ഷേ രംഗത്ത് വന്ന സമയത്തും ആധികാരികമായി ഒരൊറ്റ തെളിവ് പോലും ആ വനിത മുന്നോട്ട് വച്ചില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം.
അശ്ലീലമായിട്ടുള്ള വാട്സാപ്പ് ചാറ്റുകൾ അയച്ചു എന്നൊക്കെ പറഞ്ഞു. പല പല കാര്യങ്ങൾ അവർ പറഞ്ഞു. പക്ഷേ പറഞ്ഞതെല്ലാം പറച്ചിലിൽ മാത്രം ഒതുക്കി നിർത്തിയവർ. അതിനപ്പുറത്തേക്ക് ഒരു ഇഞ്ച് പോലും പോകാൻ അവർ തയ്യാറായില്ല. ആളുടെ പേര് അവർ പറഞ്ഞില്ല. പക്ഷേ സംശയത്തിൻ്റെ ഒരു 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 അന്തരീക്ഷം അവർ സൃഷ്ടിച്ചെടുത്തു. അതാണ് അവർ ചെയ്തത്. അതിനുശേഷം അവർ പല പല ചാനലുകളിൽ പോയി സംസാരിച്ചു. സംസാരിച്ചപ്പോഴെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടം അവരോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ടൊരു പൊതു പരിസരം സൃഷ്ടിക്കുകയാണ് അവർ ചെയ്തത്. അവർ ആധികാരികമായി അവർ വാട്സാപ്പ് ചാറ്റുകൾ പുറത്തു കൊണ്ടുവരികയോ അല്ലെങ്കിൽ പരാതി താൻ കൊടുത്തു എന്ന് പറയുകയോ അല്ലെങ്കിൽ ഔദ്യോഗികമായി പരാതി കൊടുക്കുകയോ ഒന്നും അവർ ചെയ്തില്ല. അപ്പോൾ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഒരു സംശയത്തിൻ്റെ പരിസരം അവർ ആ മാധ്യമങ്ങളുമായിട്ടുള്ള ചർച്ചയിലൂടെ അവർ ഉണ്ടാക്കി വെച്ചു എന്നുള്ളതാണ് ഈ വിവാദത്തിൻ്റെ തുടക്കം. സുഹൃത്തുക്കളെ, ഇനി നമ്മൾ പരിശോധിക്കേണ്ടത് ആരാണ് ഈ റിനി ആൻഡ് ജോർജ് എന്നുള്ളതാണ്. ആ റിനി ആൻഡ് ജോർജിൻ്റെ ബന്ധങ്ങളാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ആ റിനി ആൻഡ് ജോർജിൻ്റെ ബന്ധങ്ങൾ സംബന്ധിച്ച് ചില സൂചനകളുണ്ട്. സതീശനുമായിട്ടുള്ള ബന്ധം സംബന്ധിച്ച് പിതൃപുത്രി ബന്ധമാണ് എന്നൊക്കെയുള്ള നിലയിലൊക്കെ ഉള്ള വാദങ്ങൾ ഉയർന്നിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. എന്തായാലും അവർ ആരാണ്, അവർ സതീശനുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു ഓഡിയോ അവർ ഒരു യൂട്യൂബ് ചാനലിന് കൊടുത്ത ഒരു വീഡിയോ ആണ്. അതിൽ നിന്നുള്ള ഓഡിയോയുടെ ചില ഭാഗങ്ങൾ അവർ സതീശനുമായി ഉള്ള ബന്ധം സംബന്ധിച്ച് പറയുന്ന ഒരു ഭാഗം എൻ്റെ പ്രേക്ഷകരെ ഞാൻ ഇനി ഒന്ന് കേൾപ്പിക്കാൻ പോവുകയാണ്. ഉറപ്പായിട്ടും വി ഡി സതീശൻ സാർ തന്നെയാണ്. സാറായിട്ട് ഇപ്പോൾ എന്തായാലും പറവൂര നാട്ടുകാരാണ്. നേരത്തെ മുതലുള്ളൊരു ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് ഈ കമ്മ്യൂണിസത്തിലേക്ക് എത്തിയത്, അല്ല ഈ കോൺഗ്രസിലേക്ക് എത്തിയത്? അച്ഛൻ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയല്ലേ? അതൊക്കെ ഒരു നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണല്ലോ പോയിക്കൊണ്ടിരിക്കണേ. അല്ല, പലരും പറയുന്നുണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണെന്നും കോൺഗ്രസ് ആണെന്നും. ഒരു പ്രശ്നമായി ബന്ധപ്പെട്ട് വന്നപ്പോ അത് എല്ലാവരും തർക്കമായിരുന്നു, അത് കമ്മ്യൂണിസ്റ്റുകാരിയാണ് അല്ല കോൺഗ്രസ്സുകാരിയാണ്. സത്യം പറഞ്ഞ ഇതെന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നത്? ആരാണ് ശരിക്കും വീണ്ടും ചോദിക്കുക? അല്ല ശരിക്കും ഏത് പ്രസ്ഥാനത്തിലോട്ടാണ് ചായവുള്ളത്? അങ്ങനെ അതിനകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ എൻ്റെ ഫാദർ ഇന്ന ഇതിൽ വിശ്വസിക്കുന്നു, ഇടതുപക്ഷത്തിൽ വിശ്വസിക്കുന്നു എന്ന് കരുതി ഞാനും ഇടതുപക്ഷമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതെ, ചില ആളുകൾക്ക് ഇപ്പോഴും പഴയ നൂറ്റാണ്ടിന്റെ ചിന്താഗതികളൊക്കെ ഉണ്ട്. അതായത് മകള് എന്ന് പറഞ്ഞാൽ ഭാര്യ എന്ന് പറഞ്ഞാൽ അതേ ചിന്താഗതികൾ തന്നെ ഉള്ളവരായിരിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ ജനക്കൂട്ടം തന്നെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഓരോ വ്യക്തികൾക്കും അവരുടേതായ വ്യക്തിത്വം ഉണ്ട്. ഇപ്പൊ എൻ്റെ ഫാദർ എന്ന് പറഞ്ഞാൽ അതിനെ മാനിക്കുന്ന ഒരാളാണ്. ഞാനിപ്പോ ഫാദറിന് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാലും അതിനെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു കൾച്ചറിൽ വളർന്നു വന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് എൻ്റെതായ വ്യക്തിത്വം ഉണ്ട്, അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ വ്യക്തിത്വം ഉണ്ട്. അത് അങ്ങനെയാണത് ഞങ്ങളുടെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിലേക്ക് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഈ പറഞ്ഞ പോലെ ഒരു സ്വാഭാവികമായിട്ട് സംഭവിച്ചാണ്. അപ്പം അതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കൊച്ചുനാൾ തുടങ്ങി എനിക്ക് വി ഡി സതീശൻ സാറിനെ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിലേ തുടങ്ങി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ ഇഷ്ടമാണെങ്കിലും ഞങ്ങൾ കൂടുതൽ പരിചയമാവുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് കൂടുതൽ പരിചയമാവുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ അദ്ദേഹത്തോടുള്ള ഒരു ആരാധന മുത്തട്ടാണെന്ന് പറയാം. എനിക്കിങ്ങനെ ഒരു ചായവിലേക്ക് വന്നു. വി ഡി സതീശൻ സാറിനോടുള്ള ആരാധന കൊണ്ട് കോൺഗ്രസിലേക്ക് വന്ന ഒരാളാണ്. എന്റെ ദൈവമേ, സതീശൻ സാറിന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു പ്രൊമോഷനാണ്. ഓക്കെ, അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. ആരാധന അത് തന്നെയാണ്. അതിനാണ് ഞാനൊരു ആകർഷിക്കപ്പെട്ടത്. അപ്പൊ ഞാൻ എന്താണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാണോ? എനിക്ക് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തോട് ഭയങ്കര വല്ലാത്തൊരു ഇഷ്ടമാണ്. എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കര ആത്മബന്ധം. ചില സമയത്തൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ടാണ് അതെന്ന്. എനിക്ക് തന്നെ അറിയില്ല. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കും അത് എങ്ങനെയാണെന്ന് അറിയില്ല, ഒരു മുൻജന്മ ബന്ധമാണോ എന്ന് പോലും ഞാൻ ചിന്തിക്കാറുണ്ട്. അത്രയ്ക്കും എനിക്ക് അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇഷ്ടമാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹം വളരെ സ്ട്രോങ് ആണ്. ഒരു കാര്യം അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യും. അതിനൊന്നും നോക്കുന്ന ഒരാളല്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുമോ, എനിക്കതുകൊണ്ട് എന്തെങ്കിലും നഷ്ടം വരുമോ, ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനമായിട്ട് അചഞ്ചലമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അതാണ് എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഭയങ്കര സ്നേഹം, വല്ലാത്തൊരു സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പിതാവ് അല്ലെന്നേ ഉള്ളൂ.
പിതാവിന്റെ എന്താ പറയാ ശരിക്കും അല്ല, പിതാവ് പോലെ സ്ഥാനത്ത് തന്നെയാണ്, നിൽക്കുന്ന പിതാവ് പോലെ തന്നെയാണ്. അങ്ങനെ ബയോളജിക്കലി അല്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ തന്നെയാണ് എനിക്ക്. ഇപ്പൊ ഒരു നേരത്തെ നമ്മൾ വിട്ട് പറഞ്ഞു പോയൊരു കാര്യമാണ്, ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ ഭാഗത്തൊക്കെ സപ്പോർട്ട് നല്ല രീതിയിൽ നമുക്കുണ്ട്. ഉണ്ട്, കൂടെ തന്നെ അദ്ദേഹം കൂടെ തന്നെ ഉണ്ട്. മോളാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതിലൊരു വലിയ സന്തോഷമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്നേഹം അത് വലിയൊരു സന്തോഷമാണ്. കാരണം മുഖം നോക്കാതെ നടപടി എടുക്കുന്ന ഒരു സമീപനം നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട്. അതെ അതെ, അങ്ങനെ ഒരു സ്റ്റാൻഡ് ഉള്ള ഒരു വ്യക്തിയാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പൊതുവിൽ ഈ രാഷ്ട്രീയത്തിലൊക്കെ നിൽക്കുന്നവർക്കൊന്നും ഒരു സ്റ്റാൻഡ് ഇല്ല എന്ന് പലപ്പോഴും എനിക്ക് തോന്നുന്നു. നമ്മുടെ കൂടെ ആണെങ്കിലും ചാഞ്ഞും ചരിഞ്ഞും ഒക്കെ നമ്മുടെ കൂടെയാന്നും പറയും, മറ്റവരുടെ കൂടെയാന്നും പറയും. പ്രസ്ഥാനത്തിനെ എല്ലാരും ചീത്ത പറയാ, ആ കുട്ടി ഉണ്ടാക്കുന്ന പ്രസ്ഥാനം അതാണ്, ഇതിലാർക്കും ആ പ്രസ്ഥാനത്തിലുള്ളവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പൊതുവെ രാഷ്ട്രീയത്തിൽ അങ്ങനെ മറ്റേ രാഷ്ട്രീയത്തിൽ എന്താ നടക്കുന്ന അറിയണമെങ്കിൽ അതിന്റെ ഉള്ളിൽ പോകണ്ടേ, അവിടെ പോയിട്ടില്ല. അപ്പൊ എല്ലാരും അല്ല, അവര് അങ്ങനെയല്ല. എനിക്ക് അങ്ങനെയുള്ളവരുമായിട്ടും പരിചയങ്ങളുണ്ട്. അതൊക്കെ ഒരു വ്യക്തിപരമായ പരിചയങ്ങളാണ്. ഞാനതൊരു രാഷ്ട്രീയവും ഇല്ല അതിനകത്തൊന്നും രാഷ്ട്രീയവും ഇല്ല. അപ്പം ഞാനിപ്പോൾ അവതാരക എന്നുള്ള നിലയിൽ ഗവൺമെന്റിന്റെ പരിപാടികളിൽ അവതാരകയായിട്ടുണ്ട്. അപ്പം അത് ഗവൺമെന്റിന്റെ പരിപാടികളിലാണ്. ചിലർ പറയുന്നത് CPM-ന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിപാടികളിൽ പോകുന്ന ആളാണ്. അല്ല, ഗവൺമെന്റിന്റെ പരിപാടികളിൽ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ നമ്മൾ സംസാരിക്കും, ഫോട്ടോ എടുക്കും. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്, നോർമലി നടക്കുന്നതാണ്. അപ്പൊ അതിലുള്ള ആൾക്കാരുടെ കാര്യങ്ങളും അറിയാം. ഞാൻ പറഞ്ഞത് പൊതുവായിട്ട് ഉള്ളൊരു കാര്യമാണ് പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിന് ഒരു സ്റ്റാൻഡ് ഉണ്ട്. അദ്ദേഹം ഒരു സ്റ്റാൻഡ് എടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഉറച്ചു. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അടുത്ത മന്ത്രിസഭയിൽ അദ്ദേഹം ഒരു വലിയൊരു സ്ഥാനം അലങ്കരിക്കുമോ? അങ്ങനെ ഞാൻ പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹമുണ്ട്. സുഹൃത്തുക്കളെ, ആ ഭാഗം കേട്ടല്ലോ. ഇതാണ് അവർക്ക് സതീശനുമായിട്ടുള്ള ബന്ധം. അത് ഞാനൊന്ന് വിശദീകരിക്കണം എന്നെനിക്ക് തോന്നുന്നു. കൊച്ചുനാൾ മുതൽ ഉള്ള ഇഷ്ടം, എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ കൊച്ചുനാൾ മുതലേ ഇഷ്ടമുണ്ട്. പക്ഷെ കുറച്ച് നാളുകൾക്ക് മുമ്പ് പരിചയപ്പെട്ടിട്ട് അതൊരു വല്ലാത്തൊരു ആരാധനയിലേക്ക് പോകുന്നു. അവർ പറയുകയാണ്, ആ ആരാധനയാണ് പിന്നെ കോൺഗ്രസ്സുകാരിയാവാൻ അവരെ നിർബന്ധിച്ചത്. കാരണം അവരുടെ പിതാവ് ഒരു CPM-കാരനാണ്. എൻ്റെ ഒരു സുഹൃത്തും കൂടെയാണ് ജോർജ് ജോസഫ്. ഞാൻ ആലുവ UC കോളേജിൽ പഠിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ അവിടെ പഠിച്ച എൻ്റെ ഒരു സുഹൃത്ത് പറവൂർക്കാരനാണ് ജോർജ് ജോസഫ്. ജോർജ് ജോസഫിൻ്റെ മകളാണ്. ജോർജ് ജോസഫ് പിന്നീട് CPM-കാരനായി. ആ CPM-കാരൻ്റെ മകളാണെങ്കിൽ അവർ കോൺഗ്രസ്സായി. ആ കോൺഗ്രസ് ചായ്വ് അവർക്കുണ്ടാവാനുള്ള കാരണം സതീശനോടുള്ള അമിതമായിട്ടുള്ള ആരാധനയാണ് എന്ന് അവർ പച്ചയ്ക്ക് തന്നെ അവർ പറയുകയാണ്. അത് വല്ലാത്തൊരു വ്യക്തിത്വമാണ് സതീശൻ്റെ വ്യക്തിത്വം വലുതാണ്. അത് വല്ലാത്തൊരു ഇഷ്ടം ആ വ്യക്തിത്വത്തോട് തോന്നി. അത് പിന്നീട് ആത്മബന്ധമായി. അതെന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര വലിയൊരു ആത്മബന്ധം സതീശനോട് ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ചിട്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ പറയുകയാണ്, എന്തോ മുജ്ജന്മ ബന്ധമുണ്ട് സതീശനുമായിട്ട് എന്നെനിക്ക് തോന്നുന്നു. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് സതീശനെ. മുജ്ജന്മ ബന്ധം എനിക്കൊരു പിതാവിനെ പോലെയാണ്. ബയോളജിക്കൽ ഫാദർ അല്ല എന്നേ ഉള്ളൂ, പിതാവിനെ പോലെയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട അദ്ദേഹത്തോട് ആകർഷിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം വളരെ സ്ട്രോങ് ആണ്. കാര്യം തീരുമാനിച്ചാൽ ചെയ്യും, അചഞ്ചലമായി മുന്നോട്ട് പോകും എന്നൊക്കെ പറഞ്ഞു. തന്നെ മോളാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നൊരു കാര്യം എന്താ സുഹൃത്തുക്കളെ? ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി വളരെ അടുത്ത ഹൃദയബന്ധം പുലർത്തുന്ന ഒരു വനിതയാണ് റിനി ആൻഡ് ജോർജ് എന്നുള്ളതാണ്. ആ അടുത്ത ആഴത്തിലുള്ള ഹൃദയബന്ധം തനിക്ക് സതീശനുമായി ഉണ്ട് എന്ന് പരസ്യമായി പറയാൻ ഈ വനിതയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ആരാധന മൂത്ത്, കോൺഗ്രസ് ചായ്വ്, തൻ്റെ അച്ഛൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മനുഷ്യൻ, തൻ്റെ അച്ഛനല്ല, ബയോളജിക്കൽ ഫാദർ അല്ല എന്നേ ഉള്ളൂ, പിതാവിനെ പോലെയാണ് എന്ന് പറയുന്നു. അപ്പോൾ അത് തുറന്ന് അവർ പറയണം. അപ്പം സതീശൻ്റെ ഏറ്റവും അടുത്ത ആളാണ്, സതീശനുമായി ഏറ്റവും അടുത്ത ബന്ധം എന്ന് മാത്രമല്ല. ഇൻ്റർവ്യൂ നാൾ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു പ്രശ്നം നേരിട്ടാൽ ആദ്യം വിളിക്കുന്നത് ആരെയാണ് എന്നുള്ളതിന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഒറ്റ വാക്കിൽ ഉള്ള റിനി ആൻഡ് ജോർജിൻ്റെ മറുപടി VD സതീശനെയാണ് എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള റിനി ആൻഡ് ജോർജാണ് 20-ാം തീയതി വന്നിട്ട് ഒരു വിധത്തിലുള്ള തെളിവുകളുടെയും അടിസ്ഥാനത്തിലല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ
ആദ്യമായി ആരോപണം ഉന്നയിച്ചത് എന്നത് നമുക്ക് ദുരൂഹമായി തോന്നിയാൽ നമ്മളെ കുറ്റപ്പെടുത്താൻ കഴിയും സുഹൃത്തുക്കളെ. ഇനി ഇതുകൊണ്ടും തീരുന്നില്ല. ഇനി അടുത്തത് എനിക്ക് എൻ്റെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കാനുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ റിനി ആൻ ജോർജ് ഇട്ടത് എനിക്ക് തോന്നുന്നു 2021 എൻ്റെ ഓർമ്മ, ജൂൺ 23 ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. വർഷങ്ങൾക്ക് മുമ്പ് പറവൂരിൻ്റെ MLA മന്ത്രിയാകുമെന്ന പ്രതീക്ഷയിൽ വാർത്തയറിയാൻ ആകാംക്ഷയോടെ TV കാണാൻ ഇരുന്നത് ഇപ്പോഴും മനസ്സിലുണ്ട്. അന്ന് VD സതീശൻ എന്ന പേരില്ല എന്നറിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞു മനസ്സ് ഒരുപാട് വേദനിച്ചു. അന്ന് എനിക്ക് അദ്ദേഹത്തെ അത്രയ്ക്ക് അടുത്ത് അറിയുമായിരുന്നില്ല. എന്നാലും അദ്ദേഹം എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അടുത്തറിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. എന്നിട്ട് ഉദ്ധരണിയിൽ കോർട്ടിൽ പറയുകയാണ്, രാജകലയുമായി പിറന്നവനെ കള്ളച്ചൂതെറിഞ്ഞ് വനവാസത്തിനയച്ചാലും അവൻ തിരികെ വന്ന് തൻ്റെ രാജസിംഹാസനം പിടിച്ചെടുക്കുക തന്നെ ചെയ്യും. അത് കോർട്ടിൽ തീരുകയാണ്. എൻ്റെ ആ തോന്നൽ എത്ര സത്യമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏത് പ്രതിപക്ഷ നേതാവായതിനെ തുറന്നിട്ട് എഴുതിയതാണ്. തന്നെ ഒതുക്കിയവർക്കൊക്കെ നല്ല മാസ് മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് എൻ്റെ നേതാവ്. അതായത് VD സതീശനെ പലരും ഒതുക്കാൻ ശ്രമിച്ചു. അവർക്കെതിരെ എല്ലാം കണക്ക് തീർത്തുകൊണ്ട് VD സതീശൻ പ്രതിപക്ഷ നേതാവായി. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, പ്രിയപ്പെട്ട VDS, ആ കൊച്ചുകുട്ടി ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ഇനി മന്ത്രിയായിട്ടല്ല, അങ്ങ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ സുദിനത്തിനായി. പ്രിയപ്പെട്ട VDS, ആ കൊച്ചുകുട്ടി ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ഇനി മന്ത്രിയായിട്ടല്ല, അങ്ങ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ സുദിനത്തിനായി. എന്നിട്ട് അവസാനം എഴുതിയിരിക്കുകയാണ്, ഹെയിൽ ടു മൈ കിങ്, ഹെയിൽ ടു മൈ കിങ്, മോർ പവർ ടു യു VD സതീശൻ. ഇതാണ് റിനി ജോർജിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് VD സതീശൻ പ്രതിപക്ഷ നേതാവായപ്പോൾ. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്ന എന്താ സുഹൃത്തുക്കൾ, VD സതീശനുമായി ഏറ്റവും ആഴത്തിലുള്ള, അത് പിതാവ് പുത്രി ബന്ധമാണ് എന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. നമുക്കത് തൽക്കാലം അത് വിശ്വസിക്കല്ലാതെ വേറെ വഴിയില്ല. ആഴത്തിലുള്ള ബന്ധമുള്ള ഒരു വനിത, ആ വനിത VD സതീശൻ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി കാത്തിരിക്കുന്നു. VD സതീശൻ തന്നെ ഒതുക്കാൻ ശ്രമിച്ചവർക്കെതിരെ പക തീർത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവായതിൽ സന്തോഷിക്കുന്നു. ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഹെയിൽ ടു മൈ കിങ്, മോർ പവർ ടു യു. ഇത് പറഞ്ഞുകൊണ്ടാണ് അവരവസാനം. അപ്പോൾ ഇതിൽ നിന്നും വ്യക്തമാകുന്ന കാര്യം എന്താ സുഹൃത്തുക്കൾ? ഇതിൽ നിന്നും വ്യക്തമാകുന്നത് സതീശൻ്റെ ഏറ്റവും അടുത്ത, ഏറ്റവും ആഴത്തിൽ സതീശൻ ബന്ധം പുലർത്തുന്ന ഒരു വനിതയാണ് റിനി ആൻ ജോർജ്. ആ റിനി ആൻ ജോർജാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി വർത്താനത്തിൽ മാത്രമുള്ള ന്യായങ്ങളുമായി 20-ാം തീയതി പിന്നെ മാധ്യമങ്ങളെ കണ്ടത്. ഒരു വിധത്തിലുള്ള തെളിവുകളുമില്ലാതെ, ഒരു വിധത്തിലുള്ള തെളിവുകൾ. അതിൽ ചില സൂചനകൾ അവർ നൽകുന്നുണ്ടായിരുന്നു. എന്താണ്? അവരിത് സംബന്ധിച്ച് പരാതി കൊടുത്തിട്ടും പ്രൊമോഷൻ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് സൂചനകൾ നൽകുന്നുണ്ട്. അപ്പോൾ അത് കാണിക്കുന്നത് എന്താ? സതീശന് അവർ പരാതി നൽകിയിരുന്നു എന്നാണ്. ഇനി സതീശൻ്റെ ഇന്നത്തെ മനോരമയിലെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, കുടുംബ സുഹൃത്തിൻ്റെ മകളായ റിനി ആൻ ജോർജിൻ്റെ പരാതി അങ്ങയുടെ മുന്നിൽ തന്നെ വന്നതല്ലേ? ഉടനെ സതീശൻ്റെ മറുപടി, ഒരു മകൾ വന്നു, പിതാവിനോട് അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ചെയ്യേണ്ടത് ചെയ്തു എന്ന് ചെയ്തിട്ടുണ്ട്. അയാളെ വിളിച്ച് താക്കീത് ചെയ്തു, പിന്നീട് ഉണ്ടായിട്ടുമില്ല. അപ്പോൾ പരാതി ഉണ്ടായി എന്നുള്ളത് വസ്തുതയല്ലേ? പരാതി ഇവരാണ് പറഞ്ഞത് എന്നുള്ളതും ശരിയല്ലേ? എന്നാൽ സതീശൻ അടിക്കടി പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ്? ഒരു പരാതിയുമില്ല എന്നാണ്. സതീശന് പരാതി കിട്ടിയിരുന്നു. അത് ഇവരിൽ നിന്ന് തന്നെയാണ് പരാതി കിട്ടിയിരുന്നത്. ആ പരാതിയിന്മേൽ ഒരു നടപടിയും ഉണ്ടായില്ല. ആ പരാതി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഒന്ന്, സതീശനുമായി അടുത്ത ആഴത്തിലുള്ള ആത്മബന്ധം പുലർത്തുന്ന, സതീശൻ മുഖ്യമന്ത്രിയായി കാണണം എന്ന് ആഗ്രഹിക്കുന്ന, പിന്നെ ഹെയിൽ ടു മൈ കിങ്, മോർ പവർ ടു യു സതീശൻ എന്ന് പറയുന്ന ഒരു വനിത, അവരാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വസ്തുനിഷ്ഠമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു തെളിവുകളും മുന്നോട്ട് വെക്കാതെ ആദ്യം പുറത്തേക്ക് വന്നത്. അതിൻ്റെ പുറകിൽ സതീശൻ്റെ അനുവാദമില്ലാതെ അത് നടക്കുമോ സുഹൃത്തുക്കളെ? സതീശൻ്റെ ഗൂഢാലോചനയില്ലാതെ നടക്കുമോ? നടക്കില്ല. രണ്ട്, സതീശൻ്റെ അടുത്ത് ഇവർ തന്നെ പരാതി കൊടുത്തിരുന്നു എന്നുള്ള കാര്യവും അവർ പിന്നെ ഈ പറഞ്ഞ പോലെ നേരിട്ടല്ലാതെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ദുരൂഹതയില്ലേ സുഹൃത്തുക്കളെ? സതീശൻ്റെ നിലപാടുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് ദുരൂഹതയില്ലേ? ഇനി സതീശന് രാഹുൽ മാങ്കൂട്ടം ആരായിരുന്നു?
സതീശൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യനല്ലായിരുന്നു രാഹുൽ മാങ്കൂട്ടം. എൻ്റെ പിള്ളേര് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ സതീശൻ ഷാഫി പറമ്പിലും പിന്നെ രാഹുൽ മാങ്കൂട്ടമായിട്ട് ട്രെയിനിൽ സഞ്ചരിക്കുന്ന റീലുകൾ ഉണ്ടാക്കി പറഞ്ഞുകൊണ്ടിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തുകൊണ്ടിരുന്നത് സതീശനല്ലേ? സതീശൻ്റെ പയ്യനല്ലായിരുന്നു രാഹുൽ മാങ്കൂട്ടം? രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയും വളർച്ച ഉണ്ട്, അതിൻ്റെ പുറകിൽ നിന്ന പാറ പുലർത്തുന്ന ആൾ സതീശനല്ലേ? അപ്പം ആ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി സതീശൻ്റെ ഏറ്റവും അടുത്ത കയ്യാളായിട്ടുള്ളൊരു വനിത വരുമ്പം അതിനകത്ത് ഗൂഢാലോചനയില്ലേ? ആ ഗൂഢാലോചനയിൽ സതീശന് പങ്കില്ലേ? ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചോളാം. ഈ കഴിഞ്ഞ ദിവസം പിന്നെ മറുനാടൻ മലയാളിയുടെ എഡിറ്ററായിട്ടുള്ള ഷാജൻ സ്കറിയ അദ്ദേഹം ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇനി നമുക്ക് ഒന്ന് കേൾക്കാം. എന്നാൽ വി.ഡി. സതീശന് കുരുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് ഗർഭിണിയായി എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന വനിതാ മാധ്യമ പ്രവർത്തകരുടെ കാര്യമാണ്. ഈ മാധ്യമ പ്രവർത്തകയും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ള സംഭാഷണം പുറത്തു വരികയും അതിന് പേരിൽ വിചാരണ നടക്കുകയും ചെയ്യുന്നതിനൊക്കെ മുമ്പ് തന്നെ ഈ വിഷയത്തിൽ വി.ഡി. സതീശൻ മധ്യസ്ഥനായി പങ്കെടുത്തെന്നും ആ പെൺകുട്ടിയെ രാഹുലുമായി കല്യാണം കഴിപ്പിക്കാമെന്ന് ഈ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് വി.ഡി. സതീശൻ ഉറപ്പു നൽകി എന്നുമാണ് ഇപ്പോഴുള്ള റിപ്പോർട്ട്. ഈ പെൺകുട്ടിയുടെ അമ്മയുമായി വി.ഡി. സതീശൻ നടത്തിയ സംഭാഷണം ചിലരുടെ കൈകളിലുണ്ടത്രേ. അത് പുറത്തുവിടും എന്നതാണ് ഒരു ഭീഷണി. ഈ വിഷയത്തിൽ കടുത്ത നിലപാടിലേക്ക് പോയില്ലെങ്കിൽ ഇതൊക്കെ പതിയെ പതിയെ പുറത്തു വരുമെന്നും ദീർഘകാലത്തേക്ക് പാർട്ടിക്ക് ഡാമേജ് ഉണ്ടാക്കുമെന്നും സതീശൻ മധ്യസ്ഥ ചർച്ച നടത്തിയ ഓഡിയോ ക്ലിപ്പ് സതീശനെ ബാധിക്കും എന്നതുകൊണ്ടുമാണ് സതീശൻ കട്ടയ്ക്ക് രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്നാണ് മറുഭാഗം പറയുന്നത്. സുഹൃത്തുക്കളെ, വീഡിയോയിൽ പറഞ്ഞ കാര്യം കേട്ടല്ലോ. എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടം ഗർഭിണിയാക്കിയ ഒരു വനിതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിഷയം സെറ്റിൽ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ആ വനിതയുടെ അമ്മയുടെ അടുത്ത് സാക്ഷാൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സംസാരിച്ചതിൻ്റെ ഓഡിയോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിലുണ്ട് എന്നാണ് മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയ പറയുന്നത്. എനിക്കതിനെക്കുറിച്ച് അറിയില്ല, അതൊരു ആരോപണം മാത്രമാണ്. പക്ഷേ അത് ഗുരുതരമായിട്ടുള്ളൊരു ആരോപണമല്ലേ? ആ ആരോപണം ഇതുവരെ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ? സതീശൻ വന്നിട്ട് ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ഈ സെറ്റിൽമെൻറ്റ് ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല എന്ന് സതീശൻ ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, ധാർമ്മികതയുടെ രാജകുമാരനൊന്നുമല്ല സതീശൻ. സതീശൻ്റെ ഗൂഢാലോചന ഈ വിഷയത്തിൻ്റെ പുറകിലുണ്ട് എന്നുള്ളത് അൺഈക്വോക്കലാണ്, അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത കാര്യമാണ്. സതീശൻ്റെ ഏറ്റവും അടുത്ത കയ്യാളായിട്ടുള്ള ഒരു നടിയും മോഡലുമായിട്ടുള്ള റിനി ആൻഡ് ജോർജാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം രംഗത്ത് വന്നത്. ആ രംഗത്ത് വന്നപ്പോൾ കുറച്ച് വർത്തമാനങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു, അതിനകത്ത് യാതൊരു തെളിവുകളുമില്ലായിരുന്നു. അവരെ സതീശനുമായി ഏറ്റവും അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന, സതീശൻ മുഖ്യമന്ത്രിയായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന, സതീശനെ ഒരു ബയോളജിക്കൽ ഫാദർ അല്ലാതെ ഫാദർ എന്നായിട്ട് കാണുന്നു എന്ന് പറയുന്ന, സതീശനോട് ആരാധന മൂത്ത് കോൺഗ്രസ് ആയി എന്ന് പറയുന്ന, സതീശൻ ആദർശത്തിൻ്റെ രാജകുമാരനാണെന്ന് പറയുന്ന ഒരു വനിതയാണ് പുറത്തു വന്നത്. 2, രാഹുൽ മാങ്കൂട്ടം ഗർഭിണിയാക്കിയ സ്ത്രീയുടെ അമ്മയുമായി സംസാരിച്ചു എന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ ആ പെൺകുട്ടിയുമായി വിവാഹം കഴിക്കാൻ വേണ്ടി ചർച്ചയ്ക്ക് പോയി എന്ന് സതീശൻ ചർച്ചയ്ക്ക് പോയി എന്നുള്ള ആരോപണവും പൊതുമണ്ഡലത്തിൽ നിന്ന് കണയന സതീശൻ നിഷേധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സതീശൻ ഈ പറഞ്ഞതുപോലെ സ്ത്രീപക്ഷവാദിയും ആദർശങ്ങളുടെ രാജകുമാരനും ഒന്നുമല്ല. സതീശൻ ഈ വിഷയത്തിൽ വലിയ ഗൂഢാലോചനയിൽ പങ്കാളിയായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി ഒരൊറ്റ കാര്യം കൂടി ഉള്ളൂ, രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് നേതൃത്വത്തോട് തന്നെ കുരുക്കിയതിന് പുറകിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞതായി വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ശരിയാണോ അല്ലോ എന്ന് നമുക്കറിയില്ല, പക്ഷെ അങ്ങനെ പുറത്തു വന്ന സാഹചര്യത്തിൽ അതുകൂടി അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ സതീശൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ വലിയ ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന് പൊതുജനവും കോൺഗ്രസ് അണികളും ചിന്തിച്ചാൽ അതിൽ തെറ്റുണ്ടാവില്ല എന്നാണ് പൊതുപ്രവർത്തകനായിട്ടുള്ള എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.